ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുകയും വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലുമാണ് മുറിഞ്ഞപുഴയിൽ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഉപരോധ സമരം പീരുമേട് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് അംഗവും പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ.ജെ. തോമസും മുറിഞ്ഞപുഴ പൗരസമിതിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. മുറിഞ്ഞപുഴയിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ. ദിനേശൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. വീട് വെച്ചിട്ടുള്ളത്, പഞ്ചായത്തിൽ നമ്പർ ഇട്ടിട്ടുള്ളത്, കൃഷി ചെയ്യുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യന് വേണമെങ്കിൽ പട്ടയം വിറ്റിട്ട്, ഭൂമി വിറ്റിട്ട്, വീട് വിറ്റിട്ട് ഇവിടെ നിന്നാണ് പൊയ്ക്കൊള്ളെന്ന് പറയുന്നത്. അപ്പോ ആരെങ്കിലും ഇവിടെ ഭൂമി വാങ്ങിക്കാൻ വരുമോ? കാട്ടാനയുടെ ശല്യമുണ്ട്, കാട്ടുപുലിയുടെ ശല്യമുണ്ട്, കരടിയുടെ ശല്യമുണ്ട്, കടുവയുടെ ശല്യമുണ്ട്, രാജവെമ്പാലയുടെ ശല്യമുണ്ട് എന്ന് പറയുമ്പോ ഒരാൾ ഇങ്ങോട്ട് ഭൂമി വാങ്ങാൻ വരില്ല. പകരം ഇവിടുത്തെ മനുഷ്യൻ ആ ഭൂമി വിറ്റിട്ടല്ല, ഉപേക്ഷിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അനാഥരാക്കപ്പെട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടണമെന്നാണ് ബഹുമാനപ്പെട്ട ഫോറസ്റ്റിന്റെ വനം വകുപ്പിന്റെ അധികാരികൾ പറയുന്നത്. പീരുമേട് പഞ്ചായത്തിലെ മുറിഞ്ഞപുഴ, കുട്ടിക്കാനം, തോട്ടാപ്പുര, കല്ലാറ് തുടങ്ങിയ ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ ആക്രമണം അതിരൂക്ഷമായിരിക്കുകയാണ്. പുലി അടക്കമുള്ള വന്യജീവികളുടെ സാന്നിധ്യം മേഖലയിൽ പതിവായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വരെ ഭീഷണിയായി മാറിക്കഴിഞ്ഞു. കൃഷികളെല്ലാം വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഉപരോധ സമരത്തിന് മുറിഞ്ഞപുഴ ദേവാലയ വികാരി ഫാദർ മാത്യു പൂച്ചാലിൽ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി.ജെ. ബിജു, CPIM പീരുമേട് ഏരിയ സെക്രട്ടറി എസ്. സാബു, പീരുമേട് ലോക്കൽ സെക്രട്ടറി VS പ്രസന്നൻ, ഗ്രാമപഞ്ചായത്ത് അംഗം എ. രാമൻ, അലക്സ് പടിപ്പറമ്പിൽ, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സാലമ്മ വർഗീസ്, VM മൈക്കിൾ വടക്കേൽ, VM ആന്റണി വടക്കേൽ, CJ തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.